ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി എന്നതായിരിക്കാം ഒരുപക്ഷെ അൻവറിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. ജനകീയ രാഷ്ട്രീയ മുന്നേറ്റ സ്വപ്നവുമായി അൻവർ കൈകോർക്കുമോ ജലീലും കാരാട്ട് റസാക്കും അടക്കമുള്ളവർ? ന്യൂനപക്ഷങ്ങളും സാധാരണക്കാരുമായ ജനങ്ങൾക്കൊപ്പമുള്ള പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന സ്വപ്നത്തിലേക്കാണ് PV അൻവർ MLA നടന്നെടുക്കുന്നത്. യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് തട്ടിയുണർത്തുന്ന മുന്നേറ്റമാണ് സ്വപ്നം. 2024 സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച എടവണ്ണയിലെ വസതിയിൽ രാവിലെയും വൈകുന്നേരവും മാധ്യമങ്ങളെ കണ്ട PV അൻവർ കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചൊന്ന് വലിഞ്ഞുമുറുകിയ അവസ്ഥയിലായിരുന്നു. അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പ്രകടമായിരുന്നു. താൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വൈകാരികത, തീവ്രത ശരിക്കും പ്രകടമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലും ചലനങ്ങളിലും. കുഴിമന്തിയും പൊരിച്ച ഐസ്ക്രീമും പോലെ പുതുവിഭവങ്ങൾ തേടിയും മൊബൈൽ നോക്കിയും കഴിയുന്ന യുവജനങ്ങളെ നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് അവരെ രാഷ്ട്രീയത്തിലേക്ക് തട്ടിയുണർത്താൻ ശ്രമിക്കുമെന്നാണ് PV അൻവർ പറയുന്നത്. ഇത്തരമൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കുറച്ചു കാലമായി മലപ്പുറത്ത് ഉള്ളതാണ്. UDFന്റെ ഭാഗമായി നിന്ന് CPMനൊപ്പം സ്വതന്ത്രരായി ചേക്കേറിയ നേതാക്കൾ മിക്കവരും രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതലേ അവഗണന നേരിടുന്നുണ്ട്. അതിലവർ അസ്വസ്ഥരുമാണ്. കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന KT ജലീലിന് രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ കാര്യമായ പരിഗണന കിട്ടാതായി. കഴിഞ്ഞ തവണ സിഡ്കോ ചെയർമാനായിരുന്ന തിരൂരങ്ങാടിയിൽ മത്സരിച്ച നിയാസ് പുളിക്കലകത്ത് കിസാൻ സഭാ നേതാവ് എന്ന നിലയിൽ CPI ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും അതിനപ്പുറമുള്ള പരിഗണനകൾ ഒന്നും അദ്ദേഹത്തിനും ലഭിച്ചില്ല. രാജാവ് നഗ്നനാണ് എന്ന പേരിൽ പിണറായി വിജയനെ ലക്ഷ്യമാക്കി രൂക്ഷ വിമർശനമാണ് നിയാസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ നടത്തിയത്. പിന്നീട് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ലീഗിൽ നിന്നും വിട്ട് പെരിന്തൽമണ്ണയിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച KP മുഹമ്മദ് മുസ്തഫ 38 വോട്ടിനാണ് പരാജയപ്പെട്ടതെങ്കിലും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അത്ര സജീവമല്ല. 2016 കോഴിക്കോട്ടെ കൊടുവള്ളിയിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച ജയിച്ച കാരാട്ട് റസാക്കും ഇപ്പോൾ LDFുമായി അത്ര രസത്തിലല്ല. മലപ്പുറം ജില്ലയിൽ തുടക്കം മുതലേ UDF പാളയം വിട്ടുവരുന്നവരാണ് CPMന്റെയും LDFന്റെയും ശക്തി. TK ഹംസയാണ് ആ കൂട്ടത്തിൽ മുതിർന്നയാൾ. മലപ്പുറത്ത് CPMന് വേരുറപ്പുണ്ടാക്കിയതിൽ ഹംസക്ക് പങ്ക് വലുതാണ്. പിന്നീട് മഞ്ഞളാംകുഴി അലി CPMനൊപ്പം MLA ആയെങ്കിലും അദ്ദേഹം വൈകാതെ ലീഗിൽ ചേർന്നു. ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതും ലീഗിൽ നിന്ന് വിട്ട് ഇടതു പാളയത്തിലെത്തിയ KS ഹംസയാണ്. ചില നേതാക്കളെ അടർത്തി എടുക്കുകയും അതിൽ ചിലരെ ചില മണ്ഡലങ്ങളിൽ ജയിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നതിനപ്പുറം മേഖലയിലെ ശക്തിയായി മാറാൻ ഇടതു പാർട്ടികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ നേതാക്കളെ മുൻനിർത്തി സംസ്ഥാനത്തെങ്ങും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടാക്കാൻ CPMന് കഴിഞ്ഞിരുന്നു. ഈ പറഞ്ഞ നേതാക്കളിൽ മിക്കവരും ഇപ്പോൾ LDFിൽ നിന്ന് മനസ്സുകൊണ്ടെങ്കിലും അകന്നു കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇവരിൽ പലരും അൻവറിനൊപ്പം ഉണ്ടാകും. ഒക്ടോബർ 2 കൂടുതൽ സ്വതന്ത്രനാകുമെന്നും അപ്പോൾ എല്ലാം പറയാം എന്നുമാണ് KT ജലീൽ പറഞ്ഞത്. അൻവറിനെ അനുകൂലിക്കുന്ന നിലപാടിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വിശേഷിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പൊതുവിലും സ്വാധീനമുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് വഴി തെളിയുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ അവിടെവിടെ ഉയർന്നു കേട്ടിരുന്ന ആരോപണമാണ് സർക്കാരിൽ പൊതുവെയും പോലീസിൽ പ്രത്യേകിച്ചുമുള്ള RSS വൽക്കരണം. ADGP MR അജിത് കുമാർ വിവിധ RSS നേതാക്കളെ കണ്ട് ചർച്ച നടത്തിയ വിഷയത്തിൽ ഒരു വർഷത്തിലധികം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു നടപടിയും എടുക്കാത്തത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ന്യൂനപക്ഷ അംഗങ്ങളിൽ വലിയൊരു വിഭാഗത്തെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. വലിയ UDF തരംഗം മറികടന്നും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP നേടിയ വിജയം LDFന്റെ വിശേഷിച്ച് CPMന്റെ നിലപാടുകളിൽ വലിയ സംശയമാണ് ഉണ്ടാക്കിയത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPMും BJPയും ധാരണയിലെത്തുമെന്നും ഏതാനും സീറ്റുകൾ BJPക്ക് വിട്ടുകൊടുത്ത് മൂന്നാം വട്ടവും ഭരണം പിടിക്കാനുള്ള നീക്കമാണ് CPMന് ഉള്ളത് എന്ന പ്രചരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ തെളിവുകൾ വെച്ച് അൻവർ അടക്കം ഒന്നുമിടുന്നതും അതിലേക്കാണ്.